നമസ്കാരം. തമിഴ്നാട് ചെങ്കൽപ്പെട്ട് വാണ്ടല്ലൂർ മൃഗശാലയിലെ സിംഹത്തെ കാണാതായ സംഭവം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു, വാർത്തയായിരുന്നു. ചെന്നൈയിലെ വണ്ടലൂരിലെ അരിഗ്നർ അണ്ണ സുവോളജിക്കൽ പാർക്കിലെ ഷെരിയാർ എന്ന ആൺസിംഹത്തിനെയാണ് കാണാനില്ല എന്ന വാർത്ത വന്നത്. മൃഗശാല പുറത്തിറക്കിയ പത്രക്കുറിപ്പ് അനുസരിച്ച് 5 വയസ്സുള്ള ഷെരിയാറിലെ 2023 ബംഗളൂരുവിലെ ബനാർഘട്ട ബയോളജിക്കൽ പാർക്കിൽ നിന്നും ഒരു മൃഗ കൈമാറ്റ പരിപാടിയിലൂടെ കൊണ്ടുവന്ന സിംഹത്തെയാണ് സഫാരി മേഖലയിൽ പതിവായി വിടാറുണ്ടായിരുന്നു. അവിടെ നിന്നും തിരിച്ചു കൂട്ടിലേക്ക് എത്തിയില്ല എന്നുള്ള വാർത്ത. വെള്ളിയാഴ്ച പതിവ് പോലെ തൻ്റെ രാത്രി താമസിക്കുന്ന സംഘത്തിലേക്ക് സിംഹം മടങ്ങിയെത്തിയില്ല എന്നതായിരുന്നു വാർത്ത. എന്നാൽ ആശ്വസിക്കാനുള്ള വകയുണ്ട്. സിംഹത്തെ കണ്ടെത്തിയിരിക്കുന്നതാണ് ഏറ്റവും ഒടുക്കം ലഭ്യമാകുന്ന വിവരം. സിംഹത്തിന്റെ കാൽപ്പാടുകൾ ഉൾപ്പെടെ നിരീക്ഷിച്ചാണ് തെരച്ചിൽ നടത്തിയത്. രാത്രിയിൽ തെർമൽ ഇമേജിംഗ് ഡ്രോണുകളും പകൽ സമയത്ത് സാധാരണ ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ സിംഹം സേഫാണ്. ആളെ കണ്ടെത്തിയിട്ടുണ്ട്. വൈകിട്ടോടെ ഭക്ഷണത്തിനായി കൂട്ടിലേക്ക് സാധാരണഗതിയിൽ മടങ്ങി വരാറാണ് പതിവ്. എന്നാൽ ശനിയാഴ്ച അത് സംഭവിച്ചില്ല. ശനിയാഴ്ച രാവിലെ ജീവനക്കാരിൽ ചിലർ സഫാരി മേഖലയിൽ തന്നെ വളരെ ദൂരെ സിംഹത്തെ കണ്ടെങ്കിലും ജീവനക്കാരെ കണ്ടതോടെ സിംഹം ഓടി മറയുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷവും സിംഹം തിരികെ എത്താതായതോടെയാണ് 5 പ്രത്യേക സംഘങ്ങളായി തിരച്ചിൽ ആരംഭിച്ചത്. ഒക്ടോബർ 4 സഫാരി മേഖലയ്ക്കുള്ളിൽ ഷെരിയാറിനെ കണ്ടതായും 50 ഏക്കർ സുരക്ഷിതമായ ചുറ്റുപാടിൽ സിംഹത്തെ കണ്ടെത്തുകയും ചെയ്തതായും ഒക്കെ വിവരം വന്നിരുന്നു. നാട്ടുകാരൊക്കെ പരിഭ്രാന്തി ഉണ്ടായിരുന്നു. എന്നാലും വലിയ അടച്ചുറപ്പുള്ള അതിർത്തിയാണ് ഈ സഫാരി മേഖലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ന് അധികൃതർ അറിയിച്ചിരുന്നു. സിംഹത്തിന്റെ സുരക്ഷ മാനിച്ച് സഫാരി ഏരിയ നിരീക്ഷകനായ 5 ടീമുകൾ നിലവിലുണ്ട്. പകലും രാത്രിയിലുമായി തെർമൽ ഇമേജിംഗ് ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിലൊന്നും ഷെരിയാറിനെക്കുറിച്ച് വിവരം ലഭിച്ചില്ല. എന്നാൽ മൃഗശാലയ്ക്കുള്ളിൽ 20 ഹെക്ടർ വരുന്ന സ്വാഭാവിക വനഭൂമിയുള്ള പ്രദേശത്ത് സഫാരി നടക്കുന്നത്. ഇവിടെ എന്തായാലും ഷെരിയാറിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ തുറന്നുവിട്ട മൃഗങ്ങളെ കാഴ്ചക്കാർക്ക് അടുത്ത് കാണുന്ന തരത്തിലാണ് സഫാരി ഒരുക്കിയിരിക്കുന്നത്. 2 സിംഹങ്ങളാണ് സഫാരിയിൽ ഉണ്ടാവാറുള്ളത്. നേരത്തെ സഫാരിക്ക് ഉപയോഗിച്ചിരുന്ന സിംഹത്തിന് പ്രായമായതിനെ തുടർന്നാണ് ഷെരിയാറിനെ പകരക്കാരനായി ഈ സോണിലേക്ക് കടത്തിവിട്ടത്. പരിചയക്കുറവ് മൂലമാകും സിംഹം തിരിച്ചു വരാത്തതെന്നും കുറ്റിക്കാട്ടുകൾക്കിടയിൽ ഒളിച്ചിരുന്ന എന്നുമാണ് അധികൃതർ പറഞ്ഞത്. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന നിസ്സാരക്കാരനായ സിംഹമല്ല ഷെരിയാർ. തമിഴ്നാടൻ ശിവകാർത്തികേയൻ ദത്തെടുത്ത സിംഹമാണ് ഷെരിയാർ. വന്യജീവി സംരക്ഷണത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി തമിഴ്നാടൻ ശിവകാർത്തികേയനാണ് സിംഹത്തെ ദത്തെടുത്തത്. മൃഗശാലയിൽ നിന്നും അദ്ദേഹം മൃഗങ്ങളെ ദത്തെടുക്കുന്നത് ആദ്യമായുമല്ല. മൃഗങ്ങളെ ദത്തെടുക്കുന്നതിലൂടെ പ്രത്യേക കാലയളവിലേക്ക് അവരുടെ ഭക്ഷണം, പരിചരണം, പരിപാലനം എന്നിവയ്ക്ക് ധനസഹായം നൽകുക, വന്യജീവി സംരക്ഷണത്തിൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നുള്ള ക്യാമ്പയിൻ്റെ ഭാഗമാകുക എന്നിവയ്ക്കൊക്കെ വേണ്ടിയാണ് ദത്തെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാദ്യമായല്ല ശിവകാർത്തികേയൻ ഇത്തരത്തിൽ മൃഗങ്ങളെ ദത്തെടുക്കുന്നത്. 2018 അനു എന്ന പെൺകടുവ, 2021 വിഷ്ണു എന്ന ഒരു സിംഹത്തെയും പ്രകൃതി എന്ന പിടിയാനെയും, 2023 ഷെരിയാർ എന്ന സിംഹത്തെയും യുഗ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കടുവയും ഇദ്ദേഹം ദത്തെടുത്തത്. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട് ജില്ലയിലെ വണ്ടല്ലൂരിലാണ് അരിഗ്നാർ അണ്ണ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 1500 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചിരിക്കുന്ന പാർക്ക് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാർക്കുകളിലൊന്നാണ്. ഈ പാർക്കിൽ 2400 മൃഗങ്ങളും പക്ഷികളുമുണ്ട്. കടുവകളും സിംഹങ്ങളും കരടികളും ആനകളും ജിറാഫുകളും നിരവധി മൃഗങ്ങളും പക്ഷികളും ഉൾപ്പെടുന്ന വലിയൊരു ആവാസ കേന്ദ്രമാണ് വണ്ടല്ലൂർ മൃഗശാല.